തൃശ്ശൂർ ഏനാമാവ് ലേക്കിൻ്റെ നമ്മുടെ കനോലി കനാലിൻ്റെ തീരത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബ്ലൂ സെറൈൻ റിസോർട്ട്സ്. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത സമയം മുതൽ രാത്രി കഴിച്ച ഡിന്നറും ഉറങ്ങുന്നത് വരെയുള്ള വീഡിയോ ആദ്യ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാം ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാവ്, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ സമയം എത്രയായി ദീപോ? 6 മണി കഴിഞ്ഞു, 6:15. എന്താ വ്യൂ അല്ലേ? ഇപ്പം ഇന്നലെ നല്ല അടിപൊളിയായിരുന്നു നൈറ്റ്. ഞാനും ദീപം കുറേ നേരം അവിടെ ഈ ചെയറിൽ സുഖമായിട്ടിരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. നല്ല രസമായിരുന്നു. മഴയൊക്കെ തോർന്നു അല്ലേ ദീപം? നടന്നിട്ട് വരാവാ. ഇല്ല, ഞങ്ങൾ നടന്നിട്ട് വരാം. 8 മണിക്ക് ചായ. നിങ്ങൾ നടക്കാൻ പറ്റ? എന്നാ ഞങ്ങളൊന്ന് ജസ്റ്റ് നടന്നിട്ട് വരാം കേട്ടാ. ഓക്കെ. പാട്ട് അമ്മ വെച്ചില്ലേ? പാണിയല്ലടി ഒറ്റമൈന. നമ്മൾ ഈ ഒറ്റമൈനെ കണ്ടാലേ 10 തെങ്ങ് അപ്പം തന്നെ എണ്ണമെന്നാണ് ദീപു പറയണേ. ഇവിടെ പാർക്കുണ്ടടി, എന്ത് രസല്ലേ. ബ്യൂട്ടിഫുൾ. നനവുണ്ടോ നോക്കണേ. അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലും തണുപ്പും ഒക്കെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു. കുട്ടികൾ കളിക്കണതിൻ്റെ ഒപ്പം മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരുന്നിട്ട് വിശ്രമിച്ചുകൊണ്ട് തന്നെ അവരെ നോക്കാനൊക്കെ പറ്റും. ഇവിടെ തൊടിയിൽ തന്നെ ചെത്തിപ്പൂവും അരളിയാണോ പാലയാണോ എന്ന് എനിക്കറിയില്ല, നല്ല മണമുള്ളൊരു പൂവായിരുന്നു. ദീപുവിന് ആ പൂവൊന്ന് മണപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പൂവിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കായൽക്കരയിലേക്ക് നടന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബോട്ടിൽ കയറാൻ വരുമ്പോഴേ ഇവിടെ എന്തോ ഇവൻ്റ് നടക്കണ്ടായിരുന്നു. അതിൻ്റെയാണ് ഈ പന്തലൊക്കെ. ഞാനും ദീപവും അമ്മയൊന്നും ഇതുവരെ ഒരു ഹൗസ് ബോട്ടിൽ പോയിട്ടില്ല. ഇന്നലെ ഹൗസ് ബോട്ടിൽ പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. പക്ഷേ നമ്മുടെ ബോട്ടിങ് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഈ കിടക്കണ വലിയ ബോട്ടിലാണ് ഞങ്ങൾ ഇന്നലെ പോയത്. നല്ല ശബ്ദമല്ലേ? എനിക്ക് അവിടെ നോക്കിയിട്ട് എന്തൊരു ഫോഗ് പോലെ അല്ലേ കണ്ടാ? കണ്ടാ? ആ ഒരു ഐലൻഡില്ലേ കഴിഞ്ഞ ദിവസം നമ്മളേ ആ പിസയും കൊണ്ട് വന്നപ്പോൾ നമ്മൾ ഇരുന്നില്ലേ? അപ്പോൾ ഈ ഐലൻഡിലാണ് ശരിക്കും ആ ബഹളം കേട്ടിരുന്നത്. അത് ജോയ ലുക്കാസിൻ്റെ ഐലൻഡാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ പറയണ കേട്ടു. അവിടെ എന്തോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഉണ്ട്, അവിടേക്ക് ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഹൗസ് ബോട്ട് നല്ല ലുക്ക് ഉണ്ടല്ലേ അല്ലേ? സ്പീഡ് ബോട്ടും ഒന്ന് പോയി നോക്കണമെന്നുണ്ട്, പറ്റണോ നോക്കട്ടെ. സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടൊക്കെ ഒന്ന് കയറി കാണണം എന്തായാലും. അല്ല നൈസായിട്ട് മഴ പെയ്യണ്ടല്ലോ. മഴ പെയ്ത് തുടങ്ങി, നടക്കുന്നത്. ഞാനും ദീപും ഒരു കുടയിൽ. ഇപ്പം കുട മേടിച്ച് എത്ര നന്നായി, അല്ലെങ്കിൽ പണി വാളിയനും. അയ്യോ നല്ല മഴ. മതി. ഇവിടെ സൈക്കിളുണ്ട് കേട്ടാ, കുട്ടി സൈക്കിളുണ്ട്. ഒരു കുഞ്ഞി സൈക്കിളുണ്ട്, ഇതൊരു കുട്ടി സൈക്കിള്. ഇപ്പം സമയം 8 മണിയായിട്ടാ. നേരെ വല്യമ്മേനെയും അമ്മേനെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇന്ന് ബുഫേ ആണെന്നാണ് അറിഞ്ഞത്. ഇഡ്ഡലി, ദോശ, തട്ട് ദോശ ഉണ്ട്, ചട്നി ഉണ്ട്. അടിപൊളി. പുട്ടുണ്ടോ? ഓഹോ അടിപൊളി. ഇപ്പോൾ പുട്ടുമുണ്ട്, തകർത്ത്. സാമ്പാറുണ്ട്, ചന്ന മസാലയുണ്ട്, സാധാ നാടൻ കടലക്കറി ഉണ്ട്, ഉരുളക്കിഴങ്ങ് വറുത്തുണ്ട്, പിന്നെ അത് കൂടാതെ മുട്ട പുഴുങ്ങിയത്, ചിക്കൻ സോസേജ് ഫ്രൈ, ഇനി ഇതെല്ലാം പോരാണ്ട് കട്ട് ഫ്രൂട്ട്സും ഉണ്ട്.
കുടിക്കാനായിട്ട് ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പിന്നെ തണ്ണിമത്തൻ ജ്യൂസും ഉണ്ട്. ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ പ്ലേറ്റ് എടുത്ത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. വല്യമ്മയും അമ്മയും അവർക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് എടുത്ത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഞാനല്ല, ദീപുവാണ് ഒഴിക്കണേ. അത് കഴിഞ്ഞ് അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഓരോ കാപ്പി കൂടി പകർത്തി. 2 ആൾക്കും കാപ്പി വലിയ ഇഷ്ടമാണേ. കാപ്പി കൊടുത്തതിന് ശേഷം ദീപുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ദീപുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ കേക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ഞാൻ 2 ബട്ടൂരയും 1 കഷ്ണം പുട്ടും 2 ഇഡ്ഡലിയും 1 ദോശ എടുത്തു. ആദ്യം തന്നെ ഒരു ഇഡ്ഡലിയുടെ പീസ് എടുത്ത് പൊട്ടിച്ച് ആ തേങ്ങാ ചട്നിയിൽ മുക്കി കഴിച്ചു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. നല്ല പോലത്തെ ഇഡ്ഡലി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നല്ല ചിൽഡായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ്. അതൊരു ഫീൽ തന്നെയാട്ടാ. അതിൻ്റെ ഇടയിൽ ദീപനോട് ചോദിച്ചേ ഉരുളക്കിഴങ്ങ് വറുത്തണമെന്ന്. നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ. ഇനി തട്ട് ദോശ ടേസ്റ്റ് ചെയ്ത് തിരിച്ചു. ലേശം സാമ്പാർ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ഒരു തട്ട് ദോശയുടെ പീസ് എടുത്ത് നല്ല പോലെ കുതിർത്തു. എന്നിട്ട് അതങ്ങോട്ട് കഴിച്ചു നോക്കി. നല്ല സോഫ്റ്റ് ദോശയും സാമ്പാറും. നല്ല സാമ്പാർ, അടിപൊളി സാമ്പാർ. ദീപ് ഇപ്പോൾ ഇഡ്ഡലിയാണ് കഴിക്കണേ. അവൾക്ക് ഇഡ്ഡലിയും ചട്നിയൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടാ. ഇനി കുറച്ച് ചന മസാല എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ആ ബട്ടൂരയും കൂട്ടി ഒന്ന് പിടിച്ചു. ഇഡ്ഡലിയും ദോശയും കഴിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് അതും പെട്ടെന്ന് തന്നെ തീർന്നു. ഇനിയുള്ളത് നാടൻ കടലക്കറിയാണ്. അത് ആ സോഫ്റ്റ് പുട്ടിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് നല്ല പോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തു. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞ കാര്യമാണ് ഞാനൊരു പുട്ടുറുമീസാണെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ പുട്ടിൻ്റെ തരിയിലേക്കും നല്ല പോലെ കടലക്കറി മിക്സ് ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കടലക്കറി അടിപൊളിയുണ്ട്. നേരത്തെ കഴിച്ച പട്ടൂര ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയുള്ള ചന മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും പുട്ടും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി. അടിപൊളിയുണ്ട്. പുട്ടിൻ്റെ കൂടെ പിന്നെ ഏത് കറിയും ചേരും. എല്ലാം സ്പൈസി ആയതുകൊണ്ട് ഒരു കഷ്ണം കേക്ക് ദീപുവിൻ്റെ അപഹരിച്ച് അതും കഴിച്ചു. വല്യമ്മയ്ക്കും ഒരു കഷ്ണം കേക്ക് കൊടുത്തു. ആൾക്കെല്ലാം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചെറിയൊരു പേടിയുണ്ട്, വല്ല അസുഖം വരുമോ, ഇതൊക്കെ കഴിച്ച കൂടുതലാവോ, അങ്ങനെയൊക്കെ. വല്ലപ്പോഴും ഇതുപോലത്തെ ട്രിപ്പൊക്കെ പോണ സമയത്ത് നമ്മൾ കുറച്ച് ഹെവിയായി കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇച്ചിരി ബട്ടറും പിന്നെ ആ ടോസ്റ്റ് ചെയ്ത ബ്രെഡൊക്കെ കഴിച്ചിട്ട് ചാവണമെങ്കിൽ അങ്ങോട്ട് ചാവട്ടെ എന്ന് ഞാൻ വല്യമ്മോട് പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഗംഭീരമായി, രാജകീയമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ രാജാവാണെങ്കിൽ ദീപ ഇവിടെ ചക്രവർത്തി കേട്ടാ. ഇതുവരെ ദീപുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ശമനമായിട്ടില്ല. അവസാനം ഞാൻ പറഞ്ഞേ, നീ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നീ ബ്രേക്ക് ഡേ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസം മൊത്തം നീ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ കുറച്ച് നേരം ചിരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അമ്മേനെയും വല്യമ്മനെ റൂമിലാക്കി. ശേഷം ഞാനും ദീപും പൂളിൻ്റെ സൈഡിലുള്ള ആക്ടിവിറ്റി ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി. പൂളിനടുത്തായിട്ടാണ് ജിമ്മും ഗെയിം സോണൊക്കെ വരുന്നത്. ദീപു ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ജിമ്മിൽ കയറുന്നത്. എല്ലാ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും ഇതുപോലെയുള്ള റിസോർട്ടിൽ താമസിക്കണം. എന്നാലേ ഈ ബോട്ടിങ്ങും ഗെയിംസും പൂളും അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ തങ്കപ്പ സാറോട് ചോദിച്ചപ്പോഴേ ഹൗസ് ബോട്ടിലും സ്പീഡ് ബോട്ടിലും ഒക്കെ വീഡിയോ എടുത്തോളാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയ ബോട്ടിൻ്റെ അമരക്കാരനായിരുന്ന വർഗീസേട്ടൻ തന്നെയാണ് ഇന്ന് ഈ സ്പീഡ് ബോട്ട് ഓടിക്കുന്നതും. അപ്പോൾ വർഗീസേട്ടൻ പറയായിരുന്നു നമുക്ക് ജോയ ലുക്കാസിൻ്റെ ഐലൻഡൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റും ഒരു റൈഡ് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ജോയ ലുക്കാസിൻ്റെ ഐലൻഡിൻ്റെ അടുത്തെത്തി. ഇവിടെ കഴിഞ്ഞ ദിവസം വലിയൊരു കല്യാണമൊക്കെ നടന്നിരുന്നു. വർഗീസേട്ടൻ പറയായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ കല്യാണത്തിനുണ്ടായിരുന്നു എന്ന്. കല്യാണത്തിന് പങ്കെടുക്കാനുണ്ടായിരുന്ന ഗസ്റ്റുകളിൽ ഒട്ടുമിക്ക പേരും നമ്മളിപ്പോൾ താമസിക്കുന്ന ബ്ലൂ സെറൈൻ റിസോർട്ട്സിൽ തന്നെയാണ് താമസിച്ചത്. ഈ സ്പീഡ് ബോട്ടിലെ യാത്ര അമ്മയ്ക്കും വല്യമ്മയ്ക്കും ദീപുവിനൊക്കെ നല്ല ഇഷ്ടമായി. നമ്മളിങ്ങനെ കുലുങ്ങി ഒരു ചെറിയ അഡ്വഞ്ചറൊക്കെ ഉള്ള യാത്ര. ഞങ്ങളിപ്പോൾ ഐലൻഡൊക്കെ കഴിഞ്ഞ് മണലൂർ ഏനാമാവ് സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഈ സ്റ്റീൽ ബ്രിഡ്ജിലൂടെ ബൈക്കൊക്കെ പൂണ്ടാ. ഏനാമാവ് ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഞാനും ദീപും ഈ സ്റ്റീൽ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യാറുണ്ട്. തിരിച്ച് റൗണ്ട് അടിച്ച് വന്നപ്പോഴേ തിരമാല പോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് ആയിരുന്നു. നല്ല രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു.
ഈ ഒരു കായലിൻ്റെ ഒരു പവറൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സ്പീഡ് ബോട്ട് തന്നെ ബെസ്റ്റ്. ശരിക്കും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. പിന്നെ വർഗീസേട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വർഗീസേട്ടൻ ആള് അടിപൊളിയാണ്. അങ്ങനെ രസകരമായിട്ടുള്ള ആ ഒരു സ്പീഡ് ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഇനിയുള്ളത് ഈ ഹൗസ് ബോട്ടാണ്. ഇതിലും കൂടി ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ നേരെ ഹൗസ് ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൗസ് ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ്റെ പേരും വർഗീസ് തന്നെയാണ്. വളരെ നല്ല രീതിയിൽ 2 വർഗീസ് ചേട്ടന്മാരും നമുക്ക് ഈ കനോലി കനാലിനെ കുറിച്ചും ഈ ഒരു ഭാഗത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഹൗസ് ബോട്ടിൻ്റെ അകത്ത് ഒരു മുറിയൊക്കെ ഉണ്ട്. ആ മുറിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നല്ല രീതിയിൽ കനാലിൻ്റെ വിഷ്വൽസൊക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ടോയ്ലറ്റും ഉണ്ട്. അങ്ങനെ റൂമും സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മേലേക്ക് കയറുമ്പോൾ ഹൈറ്റുള്ള ആൾക്കാർക്ക് ചെറിയൊരു വിഷയമുണ്ട്. ഒന്ന് കുനിഞ്ഞിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തലമുട്ടേ. ഹൗസ് ബോട്ടിൻ്റെ മേലത്തെ തട്ടിലിരുന്നപ്പോൾ നല്ല സുഖം, നല്ല തണുപ്പൊക്കെ ഉണ്ട്, ചൂടറിയണേ ഇല്ല. അങ്ങനെ നമ്മുടെ 2ാമത്തെ വർഗീസേട്ടൻ ബോട്ട് എടുത്തു. താഴെ ഇരിക്കാനും നല്ല സ്പേസൊക്കെ ഉണ്ട്. എന്നാലും എനിക്കിഷ്ടമായത് മേലെ തന്നെയാണ്. എവിടം വരെ ബോട്ടിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വർഗീസേട്ടനോട് പറഞ്ഞു, അധിക ദൂരം ഒന്നും പോകണ്ട, കുറച്ച് ദൂരം മാത്രം പോയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു റൗണ്ട് അടിയൊക്കെ കഴിഞ്ഞ് ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി 2 വർഗീസേട്ടന്മാരോടും ഞങ്ങളുടെ നന്ദിയൊക്കെ അറിയിച്ചു. ഇവിടുത്തെ മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടുള്ള ദിലീപ് സാറ് ഞങ്ങളെ മറ്റൊരു ഏരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉള്ള, ശരിക്കും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ. ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും ഒക്കെ വരുന്നത്. കയാക്കിങ്ങിൻ്റെ പെഡൽ ബോട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിലീപ് സാറ് അവിടെ നിന്ന് കയാക്കിങ്ങിൻ്റെ ഒരു ബോട്ടൊക്കെ ഇറക്കി പുള്ളി തന്നെ തുഴഞ്ഞ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി തന്നു. ഈ ഒരു 5 സ്റ്റാർ റിസോർട്ടിൻ്റെ അകത്ത് അതിഗംഭീരമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടുത്തെ വണ്ടൻ സ്റ്റേജ് കണ്ടപ്പോഴേ ഒരു ഗംഭീരമായിട്ടുള്ള കൺസേർട്ടൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി. അത്രയും ഗംഭീരമായിട്ടുള്ള ഓഡിറ്റോറിയവും സ്റ്റേജും. നമ്മളിങ്ങനെ ചെറിയ ബർത്ത്ഡേക്കുള്ള ഫാമിലി ഗെറ്റ് ടുഗദറുകളോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കൂടാനോ, ഇനി അതും അല്ലെങ്കിൽ എത്ര വലിയ പരിപാടി നടത്താനുള്ള സൗകര്യമായാലും എല്ലാം ഇവിടെ ഉണ്ട്. എന്തൊക്കെ സെറ്റപ്പുകളാലേ. ഇങ്ങനെല്ലാം ചുറ്റി നടന്ന് കാണുമ്പോഴാണ് ദിലീപ് സാറ് പറഞ്ഞത് ഇവിടെ ആസിഫ് അലി താമസിക്കുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ പുള്ളീനൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇത് നമ്മൾ താമസിച്ച പോലത്തെ പ്രീമിയം റൂമിൻ്റെ വേറൊരു ടൈപ്പ് റൂമാണ്. ഇവിടെ ഉള്ളത് 2 സിംഗിൾ കോട്ട് ബെഡാണ്. ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വ്യൂ കായലിലേക്കല്ല എന്ന് മാത്രം. ആസിഫ് അലിക്ക് എടുക്കുന്നത് സ്യൂട്ട് റൂമിലാണ്. എന്നാൽ പിന്നെ ആ സ്യൂട്ട് റൂം ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപ് സാറ് പറഞ്ഞു ആ റൂം കാണിക്കാൻ പറ്റില്ല, അതുപോലത്തെ വേറൊരു റൂമുണ്ട്, അത് കാണിച്ചു തരാം. അതാണ് ഈ റൂം. ആസിഫ് അലി താമസിക്കുന്ന റൂമിൻ്റെ വ്യൂ കായൽ വ്യൂ ആണ്. എന്നാൽ ഈ ഒരു സ്യൂട്ട് റൂമിൻ്റെ വ്യൂ കായൽ വ്യൂ അല്ല. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചുറ്റി നടന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ സമയം കുറേ പോയി. ചെക്കൗട്ട് ചെയ്യാനായിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ഷോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടത്. ഒരു ചെറിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പ്. ബ്ലൂ സെറീൻ ഹോട്ടലിൻ്റെ ചെയർമാനായിട്ടുള്ള തങ്കപ്പ സാറൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ വരുന്ന രജീഷ് സാറാണ്. അദ്ദേഹം ഇവിടുത്തെ GM ആണ്. ഇറങ്ങണതിന് മുമ്പ് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് ഒരു നന്ദിയൊക്കെ പറഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് നമുക്ക് തന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും തിരിച്ചു പോണതും ഉണ്ണിയേട്ടൻ്റെ വണ്ടിയിലാണ്. ഉണ്ണിയേട്ടൻ നിങ്ങൾക്കറിയാലോ, 3 ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏറെ നാളായിട്ടുള്ള നമ്മളുടെ ഒരു ആഗ്രഹം ഒരു 5 സ്റ്റാർ ഹോട്ടൽ താമസിക്കുക എന്ന് പറയണത് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.